പുടിനെയും റഷ്യയെയും മുൻനിർത്തി പുതിയ പ്രഖ്യാപനങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്ക. ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാനുള്ള പടയോട്ടത്തിൽ എന്ത് നാടകം കളിച്ചിട്ടും ട്രംപ് ഓരോ രാജ്യങ്ങളും തന്റെ വരുതിയിൽ കൊണ്ടുവരികയാണ്. അതിന് ചിലയിടത്ത് സമാധാനത്തിന്റെ മാലാഖയും മറ്റു ചിലയിടങ്ങളിൽ നാശത്തിന്റെ ചെകുത്താനുമായും ഒക്കെ ട്രംപ് അവതരിക്കും. ഇനി മാലാഖയുടെ എത്ര നിറമുള്ള കുപ്പായം ഇട്ടാലും ട്രംപ് ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകം വീണ്ടും ഒരു വലിയ നയതന്ത്ര നാടകത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജെറീദ് കഷ്നർ എന്നിവർ മോസ്കോ സന്ദർശിക്കും. ഇരുവരും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ് കൂടിക്കാഴ്ചയെന്നും വ്യാഴാഴ്ച പുടിനെ കാണുമെന്നും വിറ്റ്കോഫാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. പ്രസിഡന്റ് ട്രംപിന്റെ ഗാസ സമാധാന സമിതിയിൽ പുടിൻ ചേരുമോ എന്ന ചോദ്യത്തിന് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നായിരുന്നു വിറ്റ്കോഫിന്റെ മറുപടി. മോസ്കോയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഭാഗമായി US റഷ്യൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഫലപ്രദമെന്ന് വിറ്റ്കോഫ് പ്രതികരിച്ചപ്പോൾ ക്രിയാത്മകമെന്ന് മാത്രമായിരുന്നു റഷ്യൻ പ്രതിനിധിയുടെ മറുപടി. പ്രാദേശിക നിയന്ത്രണം, യുക്രൈന്റെ പരമാധികാരം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങളിൽ പരിഹാരമാകാത്തതിനെ തുടർന്ന് സമാധാന പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനായിട്ടില്ല. ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ വിറ്റ്കോഫും ജാരഡ് കുഷ്നറും മോസ്കോയിലെത്തി വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുന്നു എന്ന വാർത്ത പുറമേ കേൾക്കുമ്പോൾ ഉക്രൈൻ സമാധാനം എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഈ ചർച്ചകളുടെ ഉള്ളടക്കവും ലക്ഷ്യവും പരിശോധിച്ചാൽ ഇത് സമാധാനത്തിനായുള്ള ശ്രമമല്ല, മറിച്ച് ട്രംപിന്റെ രാഷ്ട്രീയ അഹങ്കാരവും അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളും വീണ്ടും ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുന്ന മറ്റൊരു നാടകമാണ് എന്ന് വ്യക്തമാകും.